അനീഷിനെതിരെ ആദിലയുടെ ക്രൂരത ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കുകയാണ്. ആരാണ് ബിഗ് ബോസ് വീട്ടിൽ വരാൻ പോകുന്ന 2 അതിഥികൾ? വൈൽഡ് കാർഡ്സ് ഉണ്ടോ? റീഎൻട്രികൾ അപ്പാനിയും ബിൻസിയുമാണോ വരാൻ പോകുന്നത്? പറയാം. ഷാനവാസും ബിന്നിയും തമ്മിൽ പൊരിഞ്ഞ വഴക്ക് നടന്നിരിക്കുകയാണ്. എന്താണ് സംഭവം? എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചിരിക്കുന്ന പ്രധാന സംഭവവികാസങ്ങളിൽ നമുക്ക് പരിശോധിക്കാം. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഡേ 53 രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4:30 വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാ പേജ് മറക്കാതെ ഫോളോ ചെയ്യണം. പിന്നെ വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അങ്ങനെ ഇന്ന് രാവിലെ 8 മണിക്ക് തന്നെ മോർണിംഗ് സോങ് വരുന്നു. അപ്പോഴാണ് എല്ലാവരും എഴുന്നേറ്റ് തുടങ്ങുന്നത്. ഇന്നത്തെ മോർണിംഗ് സോങ് എന്ന് പറയുന്നത് സൂപ്പറാണടാ നീ സൂപ്പറാണടാ, ആ പാട്ടാണ് മോർണിംഗ് സോങ് ആയിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം വലിയ രീതിയിലുള്ള ഒന്നും ഇമ്പാക്റ്റ് ഒന്നും അതിനകത്ത് ഉണ്ടാകുന്നില്ല. ഒരു വലിയ രീതിയിലുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. എല്ലാം നോർമൽ രീതിയിലാണ് പോകുന്നത്. അതിനുശേഷമാണ് നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റി ഒരുക്ക് കൊടുക്കുന്നത്. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആദ്യം സൂപ്പറായി കളിച്ചയാൾ, ഇപ്പോൾ മോശമായിട്ട് കളിക്കുന്നയാൾ, ആദ്യം മോശമായിട്ട് ഇപ്പോൾ നന്നായിട്ട് കളിക്കുന്നയാളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ നെവിൻ്റെ പേരാണ് പറയുന്നത്. നെവിൻ്റെ പേര് എല്ലാവരും പറയുന്നുണ്ട് പറഞ്ഞാൽ എല്ലാവരും നെവിൻ്റെ പേര് പറയുന്നുണ്ട്. കാരണം നല്ലൊരു ഗെയിമറാണ് കേട്ടോ. അതായത് നെവിൻ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പക്ഷേ നെവിനെ സംബന്ധിച്ചോളം നെവിൻ നല്ലൊരു ഗെയിമറാണ്. എന്ത് ടാസ്ക് വന്നാലും നെവിൻ്റെ 100% കൊടുത്തിട്ട് നന്നായിട്ട് കളിക്കുന്ന ഒരു ഗെയിമർ കൂടിയാണ് നെവിൻ. നെവിൻ നല്ലൊരു ഗെയിമറാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇത്രയും നാൾ നെവിനെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഓക്കെ. അതിനുശേഷം നമ്മുടെ എല്ലാവരും ബിന്നിയുടെ പേരും പറയുന്നുണ്ട്. അതായത് ബിന്നി പിറകിൽ നിന്ന് കളിക്കുകയാണെങ്കിലും പക്ഷേ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടെന്ന് എല്ലാവരും ബിന്നിയുടെ പേരും പറയുന്നുണ്ട്. ഷാനവാസ് ഇവിടെ വന്നിട്ട് പറയുന്നത് ലക്ഷ്മിയുടെ പേരാണ്. ലക്ഷ്മി മോശമായിട്ട് ഗെയിമാണ് കളിക്കുന്നത്. ഒന്നുമേ അതായത് ഗെയിമിനകത്തൊരു ഇമ്പാക്റ്റ് ഒന്നും കൊണ്ടുവരാൻ ലക്ഷ്മിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം നമ്മുടെ നൂറ ഇവിടെ നല്ല രീതിയിൽ പൊങ്ങി വരുന്നുണ്ട് എന്ന് പറയുന്നു ഷാനവാസ്. അതായത് നൂറ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നൂറ നല്ല രീതിയിൽ പൊങ്ങി വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങി വരുന്നുണ്ട്, പക്ഷെ അത് നെഗറ്റീവായിട്ടാണെന്ന് മാത്രം, പോസിറ്റീവായിട്ടല്ല. അതിനുശേഷം അനീഷ് വന്നിട്ട് ആദിലയുടെ പേരാണ് പറയുന്നത്. ആദില നിലപാടില്ലാതെയാണ് ആദില ഇവിടെ കളിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മുതലാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. അത് വഴിയെ പറയാം എന്താ പ്രശ്നം എന്നുള്ളത് കേട്ടോ. അതിനുശേഷം നമ്മുടെ ജിഷി വന്നിട്ട് അനുവിനെ മോശം ഗെയിമറായിട്ടാണ് പറയുന്നത്. അനു വന്ന സമയത്ത് നല്ല ഗെയിം ആയിരുന്നു, പക്ഷേ അനു ഇപ്പോൾ ഒരു സേഫ് ഗെയിം കളിക്കുന്ന പോലെ എനിക്ക് തോന്നി എന്ന് പറയുന്നു നമ്മുടെ ജിഷി. പിന്നെ ബിന്നി നല്ല ഗെയിമാണ്, നന്നായിട്ട് കളിക്കുന്നുണ്ട്, ഗെയിമൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് പറയുന്നു, നല്ല രീതിയിലാണ് പറയുന്നത്. അങ്ങനെ എല്ലാവരുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ മോർണിംഗ് ആക്ടിവിറ്റി അവസാനിക്കുന്നു. അതിനുശേഷമാണ് നമ്മുടെ കിച്ചൺ ഏരിയയിൽ നമ്മുടെ ഷാനവാസും ബിന്നിയും തമ്മിലൊരു പൊരിഞ്ഞ വഴക്ക് നടക്കുന്നത്. എന്തിൻ്റെ പേരിലെ വഴക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി കേസ്. ഇവിടെ എല്ലാത്തിനും ആഹാരത്തിനാണല്ലോ ഇവിടെ വഴക്ക്. കിച്ചൺ ഏരിയയിലാണ് മിക്കവാറും വഴക്ക് നടക്കുക. അതെന്തിൻ്റെ പേരിലായിരിക്കും? ആഹാരത്തിൻ്റെ പേരിലായിരിക്കും. ഇവിടെ അത് തന്നെയാണ്, പഴയ വല്ലവി തന്നെ. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പുതിയൊരു വിഷയമാണ് കേട്ടോ. ചപ്പാത്തി കേസാണെങ്കിലും ഇന്നൊരു പുതിയ വിഷയമാണ് ഷാനവാസ് ഇട്ടിരിക്കുന്നത്. അതായത് ഷാനവാസ് ഇവിടെ എല്ലാത്തിനും സഹായിക്കുന്നുണ്ട്. അതായത് കിച്ചണിൽ എല്ലാത്തിനും സഹായിക്കുന്നുണ്ട്. അതായത് ഇന്ന് ചപ്പാത്തിയാണ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ചപ്പാത്തി വരുത്താനും അതുപോലെ തന്നെ കറിക്ക് അരിയാനും ഒക്കെ ഷാനവാസ് സഹായിച്ചിട്ട് ഷാനവാസ് കുളിക്കാൻ പോകുന്നു. ആ സമയത്ത് ആരുണ്ട്? നമ്മുടെ ബിന്നി മാത്രമാണ് കിച്ചണിനകത്തുണ്ടായിരുന്നത്. വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഓനയിൽ മാത്രം സഹായിക്കാൻ വന്നിരുന്നു. ആ സമയത്ത് വേറെ ആരും തന്നെ കിച്ചൺ ഏരിയയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഷാനവാസ് കുളിക്കാൻ പോയി. അപ്പോൾ ആ സമയത്ത് ഇവരെല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. എല്ലാവർക്കും 2 വീതം ചപ്പാത്തിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഷാനവാസ് തിരിച്ചു വന്ന സമയത്ത് ഷാനവാസിന് പറഞ്ഞാൽ കുറഞ്ഞു പോയി. ചപ്പാത്തി കുറഞ്ഞു പോയി എന്ന വിഷയമാണ് പിന്നീട് വഴക്കും കാര്യങ്ങളൊക്കെ ആയി മാറുന്നത്. അപ്പോൾ ബിന്നി പറയുന്നു 2 ചപ്പാത്തിയാണ് നമ്മളെല്ലാവരും കഴിച്ചത്. അതായത് ഞാൻ 2 എണ്ണമാണ് കഴിച്ചത്, ഇവിടെ എല്ലാവരും അങ്ങനെയാണ് കഴിച്ചത്. നിങ്ങൾ കറക്റ്റ് സമയത്ത് വരണമായിരുന്നു. നിങ്ങൾ കുളിക്കാൻ പോയതുകൊണ്ടല്ലേ, അങ്ങനെ വീട്ടിലുള്ളത് പോലെ ഇവിടെ വെക്കാനൊന്നും പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബിന്നി അതിൻ്റെ പേരിൽ 1, 2 പറഞ്ഞിട്ട് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് നമ്മുടെ ബിന്നിയുടെ വീട്ടിലുള്ളവരെ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിന്നി തിരിച്ച് നമ്മുടെ ഷാനവാസിൻ്റെ വീട്ടിലുള്ളവരെയും വിളിക്കുന്നുണ്ട്. 2 പേരുടെ ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നു വീട്ടിലുള്ളവരെ തൊട്ട് കളിക്കരുത്, ഞാൻ റിയാക്ട് ചെയ്യും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുന്നു ഷാനവാസ് എടുത്ത വായിക്ക് പറയുന്നുണ്ട്.
അതുപോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൊടുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ആദിലയും അനീഷും തമ്മിലുള്ള വഴക്ക് വരുന്നത്, ആ കിച്ചൺ ഏരിയയിലുള്ള വഴക്ക് വരുന്നത്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ജിഷിൻ ഓൾറെഡി, അതായത് ജിഷിനും ആദിലയാണല്ലോ രാവിലെ വെസൽ ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ ജിഷിൻ ഓൾറെഡി ജിഷിൻ്റെ പാത്രങ്ങളൊക്കെ മൊത്തം കഴുകി വയ്ക്കുന്നുണ്ട്. പകുതി മുക്കാൽ പാത്രങ്ങളും ജിഷിൻ അവിടെ കഴുകി വയ്ക്കുന്നുണ്ട്. ഈ ആദില മാത്രമാണ് കഴുകാൻ മടി കാണിക്കുന്നത്. ആദില മാത്രമാണ് അവിടെ കഴുകാൻ വരാത്തത്. അതായത് ആകെ 2 മാത്രമാണ് അവിടെ ബാക്കി വെച്ചത്. ബാക്കിയൊക്കെ ആദില അതായത് 2 പാത്രം ആദിലേക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നു പറഞ്ഞാൽ ജിഷിൻ അതൊക്കെ കഴുകി വെച്ച് പകുതി മുക്കാലും ജിഷിൻ കഴുകി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ആദില വരുന്നില്ല ആ ഭാഗത്തേക്ക്, ആദില വരുന്നേ ഇല്ല. അതായത് ആദില കഴുകാൻ മാത്രം വരുന്നില്ല. അപ്പോൾ അത് കുറേ നേരം നമ്മുടെ അനീഷ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആദിലന് ക്യാപ്റ്റനാണല്ലോ, അപ്പോൾ ക്യാപ്റ്റൻ്റെ ജോലി അതാണ്, അതായത് ടീമിലുള്ളവർ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ജോലി. അപ്പോൾ കുറേ നേരം അനീഷ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദില മാത്രം കാണുന്നില്ല. അപ്പോൾ ആദിലെ കാണാതാകുമ്പോൾ അനീഷ് അങ്ങോട്ട് പോകുന്നുണ്ട്. എവിടേക്ക്? ഇവരുടെ റൂമിലേക്ക്. അതായത് ആദില, അനു, ബിന്നി, നൂറ ഇവരൊക്കെ ഒരുമിച്ച് റൂമിലിരിക്കുകയാണ് ചെയ്യുന്നത്. അവർ ചിരിയും കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ പുതപ്പിനടിയിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അനീഷ് കയറി വന്നിട്ട് പറയുന്നു, ഇവർക്ക് ചിരിയും കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ അനീഷ് കയറി വന്നിട്ട് പറയുന്നു, ആദില പാത്രം കഴുകിയിട്ടില്ല, ഒന്ന് പോയി കഴുകാമോ? ഇത്ര മാത്രമാണ്, സിമ്പിളായിട്ടാണ് ചോദിക്കുന്നത് അനീഷ്. ഒന്ന് പോയി കഴുകാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചും കളിച്ചും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആദില എടുത്ത വായിക്ക് റിയാക്ട് ചെയ്യാണ്, എൻ്റെ കിടക്കയിലല്ലേ ഞാൻ കിടക്കുന്നത്, നിങ്ങൾക്ക് എന്താ കുഴപ്പം? അപ്പം അനു, ചേട്ടാ ഒന്ന് പോ, അവൾ വരും, ആദില വരും, ആദില ചെയ്യുമെന്നല്ലേ പറഞ്ഞത്, ആദില വരും എന്ന് പറയുന്നു. അപ്പം അനീഷ് എഴുന്നേറ്റ് വാ ആദില, പോകാം, കഴുകാം എന്നാണ് പറയുന്നത്. പോയി കഴുകാമെന്ന് പറയുന്നു. അപ്പോൾ ആദില എന്തോ പറയുന്നുണ്ട്, അത് ലൈവിനകത്ത് മ്യൂട്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്തോ അനീഷിനോട് പറയുന്നുണ്ട് കാര്യമായിട്ട്. അത് നമ്മുടെ ബീപ്പ് സൗണ്ട് പോലെ മ്യൂട്ടാക്കിയിട്ടാണ് കേൾക്കുന്നത്. അവിടെ വേറെ എന്തോ പറയുന്നുണ്ട്, അത് നമുക്ക് ചിലപ്പോൾ എപ്പിസോഡിനകത്ത് കാണാൻ പറ്റുമായിരിക്കും ഡീറ്റെയിൽ ആയിട്ട്, എന്തായാലും നോക്കാം. അതിനുശേഷം നമ്മുടെ ബിന്നി പറയുന്നുണ്ട്, അനീഷ് വണ്ടി വിട്ട് പോകേണ്ടതാണ് എന്ന് പറയുന്നു. അപ്പോൾ അനീഷ്, അവിടെ ഈച്ച വരും, കൊതുക് വരും, വേഗം വാ ആദില എന്ന് പറയുന്നു. അപ്പോൾ ആദില, അവിടെ കൊതുക് വരും, ഈച്ചയൊക്കെ വരും, നിങ്ങൾ പോകാൻ നോക്ക് എന്ന് പറയുന്നു. അപ്പോൾ അനീഷ്, ഞാൻ ക്യാപ്റ്റൻ എന്ന നിലയിലാണ് ഞാൻ പറയുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ ആദില, ഞാൻ കഴുകാം, നിങ്ങൾ പൊക്കോ എന്ന് പറയുന്നു. അപ്പോൾ നൂറ ഇതിൻ്റെ ഇടയിൽ റിയാക്ട് ചെയ്യാണ്, മിക്കവാറും കോടന്നൂർ ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ടാകും എന്ന് തോന്നുന്നു. ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ടാകും, പക്ഷെ അത് ആ രീതിയിലായിരിക്കുന്നു മാത്രം എന്ന് പറയുന്നു. അപ്പോൾ ആദില പറയാണ്, നിങ്ങൾ വെറുപ്പിക്കാതെ ഒന്ന് പോ, ഞാൻ കഴുകാം എന്ന് പറഞ്ഞില്ലേ എന്ന് പറയുന്നു. അപ്പോൾ അനീഷ്, ആദില കുറേ നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അനീഷ് അവിടെ പോയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ആദിലേനെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അനീഷ്, അതിൻ്റെ ഇടയിൽ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നു. നമ്മുടെ ഷാനവാസ് ബിന്നിയുമായിട്ട് വീണ്ടും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നല്ല പ്രമാദമായിട്ട് അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ആരിലും ജിസയിലായിട്ട് വഴക്ക് നടക്കുന്നുണ്ട്. അവർ രണ്ടുപേരും, അതായത് ആരും കുറച്ചും കൂടി മെൻ്റലായിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ജിസൽ അതിന് സമ്മതിക്കുന്നില്ല. ജിസയിൽ ആര്യനൊപ്പം നിന്ന് കളിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആര്യൻ ജിസയിൽ നിന്ന് വിട്ടുമാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് സാധിക്കുന്നില്ല ആര്യന്. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ അവിടെ കൊമ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോഴും അനീഷ് എന്ത് ചെയ്യുന്നു? അനീഷ് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്തും ആദിലേക്ക് എന്ത് ചെയ്യാമായിരുന്നു? ആദിലയുടെ ഭാഗത്ത് തെറ്റുണ്ട്, ആദിലേക്ക് പോയിട്ട് അത് കഴുകി വയ്ക്കാമായിരുന്നു. അപ്പോഴും ആദില പോയിട്ടില്ല. അവിടെ തന്നെ ഇവരിങ്ങനെ കളി ചെയ്യും പറഞ്ഞിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനീഷ് തിരിച്ചു വന്നിട്ട് കാണുമ്പോൾ തന്നെ പറയുകയാണ് ചെയ്യുന്നത്, ആദില ഞാൻ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു, വാ ഇങ്ങോട്ട് ആദില എന്ന് പറയുന്നു. അപ്പോൾ ആദില, ഇയാൾ ആര്, എൻ്റെ കെട്ടിയവനാണോ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ? നിലവാരം കുറഞ്ഞു വരികയാണ് നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ അനീഷ് എന്നല്ല നിങ്ങളുടെ പേരുടെ എന്നതിന്, മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കരുത് കേട്ടോ എന്ന് പറയുന്നു. അപ്പോൾ ബിന്നി, കുറേ ദിവസമായാലും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തുടങ്ങിയിട്ട് എന്താണിത്? അപ്പോൾ അനീഷ്, എത്ര നേരമായി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരെയും കഴിഞ്ഞിട്ട് ആദില വരൂ ആദില എന്ന് പറയുന്നു. അപ്പോൾ ആദിലേക്ക് വരാൻ സൗകര്യമില്ല. അപ്പോൾ താൻ ക്ലോസറ്റ് ക്യാപ്റ്റൻ ആകേണ്ടിരുന്നത്, അല്ലാതെ വെസൽ ക്യാപ്റ്റൻ അല്ല ആകേണ്ടിരുന്നതെന്ന് ആദില പറയുന്നു. അപ്പോൾ അനു, ചേട്ടാ അപ്പോൾ അവൾ വരും എന്നല്ലേ പറഞ്ഞത്, അവൾ വന്നോളും. അപ്പോൾ ആദില, കുറേ നാളായി ഇത് തുടങ്ങിയിട്ട് എന്നോട്. അപ്പോൾ അനീഷ്, കിച്ചൺ ടീമിന് ലഞ്ച് ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ ആദില, അത് അവരുണ്ടാക്കും, താൻ നോക്കണ്ട കേട്ടോ. ഇയാൾക്ക് ചൊറിച്ചിലാണ് എന്നോട്. അപ്പം അനീഷ്, ജിഷിൻ ചെയ്തിട്ട് എത്ര നേരമായി? ആദിലും ജിഷിനും ഒപ്പമല്ല ചെയ്യേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ ആദില,
ഇയാൾക്ക് എന്താണ്, ഇയാളെ മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയിടേണ്ടി വരും എന്ന് പറയുന്നു. അപ്പോൾ അനീഷ് ആദിലയ്ക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? പിന്നീട് അനീഷ് ദേഷ്യം വരികയാണ് ചെയ്യുന്നത്, ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഇത്രയാണെന്ന് പറയുന്നത്, ആദിലയ്ക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ആദില പറയാണ്, എനിക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല, പോടോ എന്ന് പറയുന്നു. അപ്പോൾ അനീഷ്, ചെല്ല് ആദില ചെല്ല്, നല്ല നീറ്റായിട്ടാണ് ദേഷ്യത്തോടെ നല്ല പറയുന്നത്, ചെല്ല് ആദില ചെല്ല് എന്ന് പറയുന്നു. അപ്പോൾ ആദില ഇപ്പോൾ പോകാൻ അതായത് ഇപ്പോൾ പോകാൻ പറ്റില്ല. അപ്പോൾ അനീഷ്, ഇപ്പോൾ പോകാൻ പറ്റുമോ അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി, വേറെ ഒന്നും എനിക്കറിയണ്ട. അപ്പോൾ ആദില വളരെ മടിയുള്ള കുട്ടിയാണെന്ന് നമ്മൾ അനീഷ് പറയുന്നു. ഞാൻ പോയി ചെയ്യാമെന്ന് പറഞ്ഞു. അനീഷിൻ്റെ കാര്യം നോക്കി പോകുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നീട് അവിടെയും പ്രശ്നം നിൽക്കില്ല, പിന്നെ പുറത്ത് വന്നിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു, അങ്ങനെയാണ് നമ്മുടെ അനീഷിൽ പോയ സമയത്ത് ആദിൽ എന്ത് ചെയ്യുന്നു, ആദിനെ ഈ അനീഷിൻ്റെ ബെഡ്ഷീറ്റും അതുപോലെ തന്നെ നമ്മുടെ അനീഷിൻ്റെ തലയണയൊക്കെ എടുത്ത് പുറത്തേക്ക് എടുത്ത് വലിച്ചെറിയുന്നു. അപ്പോൾ നൂറ് അത് കാണുന്നു. നൂറ് പറയുന്നു, വേണ്ട ചെയ്യരുത് ആദില, അത് ചെയ്യരുത് എന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ് അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നിട്ട് കണ്ടിട്ട് പറയാണ്, എന്താണ് നീ കാണിക്കുന്നത് ആദില, എന്താ കാണിക്കുന്നത് ചോദിക്കുന്നു. അപ്പോൾ അതിൽ നേരെ പോയിട്ട് അനീഷിൻ്റെ കയ്യിൽ നേരെ പോവാണ്. അതായത് നമ്മുടെ മറ്റേ മത്സ്യത്താഴിൽ നമ്മൾ നാഗവലിയൊക്കെ കയറില്ലേ, അതുപോലെ ചിലപ്പോൾ ഗംഗയെന്നൊക്കെ പറഞ്ഞിട്ട് വരില്ലേ, അതുപോലെ നമ്മുടെ ആദ്യം നേരെ പോവാണ്. നേരെ സ്പീഡിൽ പോയി എന്തോ നാഗവലി എന്ന മേത്ത് കയറിയ പോലെ അതിൽ നേരെ പോകുന്നു. നേരെ പോയിട്ട് നമ്മുടെ അനീഷിൻ്റെ കയ്യിൽ നിന്ന്, അനീഷ് അവിടെ കൈകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാധനം പിടിച്ച് കയ്യിൽ നിന്ന് ഇങ്ങനെ വലിക്കുന്നു, പാത്രം പിടിച്ച് മേടിക്കുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് അഴുക്കും കാര്യങ്ങളൊക്കെ അനീഷ് കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അനീഷിൻ്റെ മുഖത്തേക്കും ക്യാമറയിലൊക്കെ അതാകുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയാണ്, ആദില നീ എന്തോന്നായി കാണിക്കുന്നത്, ഇങ്ങനെയാണോ കാണിക്കുന്നത്, ഇങ്ങനെയാണോ ഒരാളോട് ബിഹേവ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദില, എന്നെ വഴി കാട്ടിയിട്ട് ഇവിടെ കൊണ്ടുവരേണ്ട, എനിക്കറിയാം വരാൻ എന്ന് പറയുന്നു. അപ്പോൾ അനീഷിനോട് ഷാനവാസ് പറയാണ്, നീ എന്തിനാണ് അവിടെ പോയി ഇങ്ങനെ നിൽക്കുന്നത്, നിനക്ക് അവിടെ നിൽക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ, എന്താണ് നിനക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യം, എന്താണ്, രണ്ടുപേരുടെ ഭാഗത്തുനിന്നും തെറ്റുണ്ട്, ഒരു പരിധിയില്ലേ ഇതിനൊക്കെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനീഷ് ഒന്നും മിണ്ടുന്നില്ല, അനീഷ് ഇതിനൊന്നും റിയാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഷാനവാസും നമ്മുടെ ആദിലയും കൂടി സംസാരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനീഷ് ഇത് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുകയാണ്. അപ്പോൾ ആദില അത് പോയി പിടിച്ചു വാങ്ങുന്ന സമയത്ത് ഈ മുഖത്തേക്ക് എന്തൊക്കെ അതിനകത്തുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും, അതായത് അഴുക്ക് മൊത്തം സോപ്പ് എല്ലാം മുഖത്തേക്കാവുന്നു. അങ്ങനെ അവിടെ പൊരിഞ്ഞ വഴക്ക് നടക്കുന്നത്. അനീഷ് ഒന്നുമേ മുണ്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അഭി വന്നിട്ട് പറയുന്നുണ്ട്, എന്താ അവിടെ? അപ്പോൾ ആദില, കണ്ടറിഞ്ഞൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അതായത് അല്ല ഇയാൾ എന്നെ, അപ്പോൾ ആദിലിങ്ങനെ പറയുന്നുണ്ട്, ഇയാൾ എന്നെ നോക്കുക, ഇയാൾ ആരാ? അപ്പോൾ നമ്മുടെ അഭിലാഷ് പറയുന്നുണ്ട്, അനീഷ് ആരാണ് പറയൂ. അപ്പോൾ അതില കിച്ചൺ ക്യാപ്റ്റൻ ആണല്ലോ, കിച്ചൺ ക്യാപ്റ്റൻ ആണല്ലോ. അപ്പോൾ കിച്ചണിലെ കാര്യം നോക്കേണ്ട ആരാണ്? അനീഷാണ്. അപ്പോൾ അത് അയാൾ നന്നായി ചെയ്യുന്നുണ്ട്, അതാണ് അയാളുടെ ജോലി. അപ്പോൾ നിങ്ങളൊക്കെ നേരെ ചുമ നോക്കുക എന്നുള്ളതാണ് അയാളുടെ ജോലി. അത് അഭിലാഷ് നല്ല കറക്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവർ പറയുന്നത് ഇതിന് റിയാക്ട് ചെയ്യുക, അനീഷ റിയാക്ട് ചെയ്യുക പറയുന്നുണ്ട്. പക്ഷേ അനീഷ് ഒന്നിനും പോകുന്നില്ല, റിയാക്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. ചിലപ്പോൾ ഇത് വീക്കെൻഡിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയാണ് അവിടെ നടന്നത്, ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അതിന് ശേഷം എന്താ ഒരു സിമ്പിൾ ടാസ്ക്, അതായത് ഇനിയിപ്പോൾ മറ്റേ ബോട്ടിൽ ടാസ്കും കാര്യങ്ങളൊന്നും കൊടുക്കുന്നൊന്നുമില്ല എനിക്ക്. വലിയ രീതിയിലുള്ള ബോട്ടിൽ ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് പൊളിച്ച് കൈ കൊടുക്കുമെന്നറിയാം. അത് കാരണം ബിഗ് ബോസ് ഇവിടെ വേറൊരു ഗെയിമാണ് കൊടുത്തിരിക്കുന്നത്. വേറൊരു ഗെയിമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രമോല് കണ്ട പോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ 15 കസാരകളുണ്ടാവും. അതിന് അതായത് 15 കസാരയിൽ ഇങ്ങനെ അവർ എല്ലാവരും പോയിരിക്കും. അപ്പോൾ അവിടെ ബ്ലഡ് ഫോൾസ്, അതായത് കണ്ണ് കെട്ടുന്ന സാധനം അത് വെച്ചിട്ടുണ്ട്. ഒരു ഇമ്മ്യൂണിറ്റി ബോട്ടിലും വെച്ചിട്ടുണ്ട്. അവിടെ ഇരിപ്പുണ്ട്, ഒരു ബോക്സ് ഇരിപ്പുണ്ട്, അതിനകത്ത് നിറച്ചും മത്സരാർത്ഥികളുടെ പേരുമുണ്ട്. എല്ലാവരും ബ്ലൈൻഡ് ഫോൾസ് എടുത്ത് ധരിക്കണം. അതാണ് ടാസ്ക്. അത് ഇങ്ങനെ എടുത്ത് അപ്പോഴേക്കും നമ്മുടെ 2 പേര് ബാക്ക് കൂടെ വന്നിട്ട് ബിഗ് ബോസിൻ്റെ ആൾക്കാർ 2 പേര് വന്നിട്ട് ഇങ്ങനെ കണ്ണ് കെട്ടും. എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് അതായത്
ബ്ലൈൻഡ് ഓപ്പൺ ചെയ്യും, എന്നിട്ട് ഒരു ഗെയിം നടക്കും അത്രേ ഉള്ളൂ. ഒരു ഗെയിം അവിടെ നടക്കുന്നുണ്ട്, അതെന്താണെന്ന് അറിയില്ല. അതാണ് പ്രമോനകത്ത് കാണിച്ചത്, വേറെ എവിക്ഷനും കാര്യങ്ങളൊന്നുമല്ല. പിന്നെ പറയാനുള്ളത് നമ്മുടെ വൈൽഡ് കാർഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വൈൽഡ് കാർഡ്സ് വരുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെയും ഒരു അറിയിപ്പുമില്ല. ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല വൈൽഡ് കാർഡ്സ് ബിഗ് ബോസ് വീട്ടിൽ കയറിയൊന്നും അറിഞ്ഞിട്ടില്ല. വൈൽഡ് കാർഡ്സ് വരുന്നുണ്ടെന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അല്ലാതെ വൈൽഡ് കാർഡ്സിനെ കുറിച്ചൊരു മറ്റൊരു അറിവും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ നമുക്ക് നോക്കാം, വരും ചിലപ്പോൾ വീക്കെൻഡിലൊക്കെ കയറി വരുമായിരിക്കും, നമുക്കറിയില്ല. എന്നാൽ നമുക്ക് നോക്കാം, അത്രേ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ ഇമ്മ്യൂണിറ്റി കിട്ടാതിരിക്കാൻ, അതായത് ഇമ്മ്യൂണിറ്റി ആർക്കും കിട്ടാതിരിക്കാൻ ഇവിടെ എല്ലാവരും നല്ല പ്ലാനിങ് ആയിരുന്നു ഇന്നലെ രാത്രി തന്നെ. പക്ഷേ അതൊക്കെ ബിഗ് ബോസ് ഇവിടെ പൊളിച്ച് കയ്യിൽ കൊടുക്കും. കാരണം ഒരാൾക്കെങ്കിലും ക്യാപ്റ്റനായ ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇമ്മ്യൂണിറ്റി പവർ എന്തായാലും ഒരാൾക്ക് കിട്ടിയിരിക്കും. അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. എന്നാലും കിട്ടും, ആരെങ്കിലും ഒരാൾക്ക് അത് കിട്ടിയിരിക്കും. അതിനാണ് ബിഗ് ബോസ് നന്നായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ അതിനെ തകിടം മറിക്കുകയാണല്ലോ, 2 ടാസ്കും തൊലച്ചു, എന്ത് ടാസ്കും കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം വെറൈറ്റി ടാസ്ക് പിടിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് നോക്കാം ഈ ടാസ്ക് എങ്ങനെ കളിക്കുമെന്നുള്ളത്. ഇനി നമ്മുടെ റീ എൻട്രിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ റീ എൻട്രിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് അപ്പായിയാണെന്ന് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് കേട്ടോ. നമ്മുടെ ബിൻസി സ്ഥലത്തില്ല എന്നാണ് അറിഞ്ഞത്. നമ്മുടെ ബിൻസി ഇപ്പോൾ എന്തോ എൻ്റെ ടൂറിലാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ബിൻസി അല്ല, നമ്മുടെ അപ്പാനിയാണെന്നും കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, വീക്കെൻഡിലൊക്കെ പ്രതീക്ഷിക്കാമായിരിക്കും. നമുക്ക് നോക്കാം എന്തായാലും. അതിൻ്റെ അപ്ഡേറ്റ് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കുന്നതായിരിക്കും. എന്നാലും ഇതുവരെ അറിഞ്ഞിട്ടില്ല അങ്ങനെ വൈൽഡ് കാർഡ്സ് ഉണ്ടെന്ന് റീ എൻട്രി ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്, വൈൽഡ് കാർഡ്സ് ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലേക്ക് 2 അതിഥികൾ വരുന്നുണ്ട്. അത് ഇന്ന് ചിലപ്പോൾ കയറുമായിരിക്കും. അപ്പം പക്ഷേ നാളെ ആയിരിക്കും ലൈവിനകത്ത് കാണാൻ സാധിക്കുക. ഇന്നലെ കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് ലൈവിനകത്ത് കാണാൻ സാധിക്കുമായിരുന്നല്ലോ. ഇതുവരെയും കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഇന്നലെ കയറിയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റത്തില്ല. 2 അതിഥികൾ എന്തായാലും വരുന്നുണ്ട്. അത് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അനുമോളുടെ എക്സും വൈ എന്നൊക്കെ പറയുന്നുണ്ട്. എക്സും വൈയും, അതായത് എക്സ് ബോയ് ഫ്രണ്ടും ആണ്, ബോയ് ഫ്രണ്ടും ആണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ജീവനാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരാളും കൂടി വരുന്നുണ്ട്. ജീവൻ ഒറ്റയ്ക്കല്ല, അതിലത്തെ നടിയും കൂടി, അതായത് ഹാപ്പി കപ്പിൾസിൻ്റെ നടിയും കൂടിയിട്ടാണ് വരുന്നത്. അതായത് നമ്മുടെ സൂഫി മരിയാണ് വരുന്നത്. അപ്പോൾ ജീവനും സൂഫി മരിയും കൂടിയിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നതെന്നാണ് കേട്ടത്. എന്തായാലും ഇന്നലെ കയറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് അപ്പോൾ കാണിക്കുമായിരിക്കും ലൈവിനകത്ത്. എന്നാലും ഇതുവരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നവരെയും കാണിച്ചിട്ടില്ല. എന്നാൽ നമുക്ക് നോക്കാം വരുമോ ഇല്ലയോ എന്നുള്ളത്. ചിലപ്പോൾ ഇന്ന് കയറി കഴിഞ്ഞ് നാളത്തെ ലൈവിനകത്തായിരിക്കും കാണിക്കുക. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് കണ്ടിട്ട് എന്താണെന്ന് തോന്നിയത്, നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഈ ടാസ്ക് കഴിയട്ടെ, ടാസ്കിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.